ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും മിന്നൽ പരിശോധന. വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വൃത്തിഹീനമായ വാടക വീടിനെതിരെയും നടപടി. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. കുന്നംകുളത്തിന്റെ കായിക ചരിത്രത്തിൽ ശോഭിക്കാൻ കഴിയും വിധമാണ് സ്റ്റേഡിയം സജ്ജീകരിക്കുന്നതെന്ന് മന്ത്രി എ.സി. മൊയ്തീൻ. തൃക്കൂർ പിച്ചാമ്പള്ളിക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. പ്രളയത്തിൽ തകർന്ന വലിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി 40 ലക്ഷം രൂപ അനുവദിച്ചു. ഒരു മാസത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. മാള അരവിന്ദന്റെ മാളയിൽ സ്മാരകം നിർമ്മിക്കുമെന്ന വാഗ്ദാനം നടപ്പായില്ല. ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡെങ്കിലും അരവിന്ദന്റെ പേരിടണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടു. കുന്നംകുളത്ത് 2.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. ചാരായ കേസിലെ പിടികിട്ടാപ്പുള്ളി ഇരിങ്ങാലക്കുട എക്സൈസിന്റെ പിടി. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും മിന്നൽ പരിശോധന നടത്തി. ക്രമക്കേട് കണ്ടെത്തിയ നിരവധി സ്ഥാപനങ്ങൾക്കെതിരെ നടപടി. ഇരിങ്ങാലക്കുട, ആളൂർ, പുതുക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിലും ദേശീയപാതയുടെ ഇരുവശങ്ങളിലും രാത്രികാലങ്ങളിൽ മാത്രം പ്രവർത്തിച്ചു വന്നിരുന്ന തട്ടുകടകളിലുമായിരുന്നു മിന്നൽ പരിശോധന. രാത്രികാല യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന തട്ടുകടകളിൽ പലതും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഇല്ലാതെയാണ് നടത്തുന്നതെന്ന് കണ്ടെത്തി. ഇത്തരം കടകൾക്ക് എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുത്ത് ഹാജരാക്കുന്നതിനുള്ള കർശന നിർദ്ദേശവും നൽകി. പല ഹോട്ടലുകളിൽ നിന്നും പഴകിയ ആഹാരപദാർത്ഥങ്ങളും ഭക്ഷണത്തിൽ ചേർക്കുന്നതിനായുള്ള കൃത്രിമ നിറങ്ങളും കണ്ടെത്തി. എണ്ണ പലഹാരങ്ങൾ പത്രക്കടലാസിൽ സൂക്ഷിച്ചിരിക്കുന്നതായും പല കടകളിലും കണ്ടെത്തി. പല സ്ഥാപനങ്ങളിൽ നിന്നും കേക്ക് നിർമ്മാണത്തിനായി ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്ന കാലാവധി കഴിഞ്ഞ പാൽ പാക്കറ്റുകളും കണ്ടെത്തി. മിക്ക ഹോട്ടലുകളിലെയും ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് ഇല്ല എന്നും കണ്ടെത്തി. 21 ഭക്ഷണശാലകളിൽ നടത്തിയ പരിശോധനയിൽ 3 എണ്ണത്തിന് പിഴ ചുമത്തുകയും 12 എണ്ണത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. തൃശൂർ ജില്ലാ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ ജി. ജയശ്രീയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. TCV തൃശൂർ. കാഞ്ഞാണിയിൽ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധനയിൽ വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ബേക്കറികൾക്കും ഹോട്ടലുകൾക്കുമെതിരെ പിഴ ചുമത്തി. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വൃത്തിഹീനമായ വാടക വീടിനെതിരെയും സമീപവാസികളുടെ പരാതിയെ തുടർന്ന് നടപടി. കഴിഞ്ഞയാഴ്ചയാണ് കാഞ്ഞാണിയിൽ ഹോട്ടലുകളിൽ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നുവെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പരിശോധന നടത്തി ഒരു ഹോട്ടൽ പൂട്ടിക്കുകയും 2 എണ്ണത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തത്. തുടർന്ന് രണ്ടാം ഘട്ടമായി ആരോഗ്യവകുപ്പ് സൂപ്പർവൈസർ KR രാജന്റെ നേതൃത്വത്തിൽ കാഞ്ഞാണിയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളിയാഴ്ച നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി സ്ഥാപനങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തുകയും പിഴ ഈടാക്കുകയും ചെയ്തു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്തെ 3 ബേക്കറികളിലും 3 ഹോട്ടലുകളിലും പഴകിയ ഭക്ഷണ സാമഗ്രികൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്തു. ഈ ബേക്കറികളിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നതിനു വേണ്ടി വച്ചിരുന്ന പഴകിയ ഓറഞ്ചും കേടുവന്ന ആപ്പിളും പിടിച്ചെടുത്തതായും മണലൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിമൽ കുമാർ പറഞ്ഞു. റൂട്ടീൻ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനും പരിസരത്തിലുള്ള ബേക്കറി, മറ്റേ ടീ സ്റ്റോൾ എന്നിവിടങ്ങളിലൊക്കെ നമ്മൾ നടത്തിയ പരിശോധനയിൽ വ്യാപകമായിട്ട് പഴകിയ സാധനങ്ങളും അതുപോലെ ഉപയോഗശൂന്യമായുള്ള സാധനങ്ങൾ ജ്യൂസ് അടിക്കുന്നതിനും ഒക്കെ ആയിട്ട് വയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയും അതിന് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർക്ക് ഫൈൻ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഫൈൻ ചുമത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ബേക്കറികളിൽ നിന്നും കാലാവധി കഴിഞ്ഞ പാക്കറ്റ് ഭക്ഷണങ്ങളും കണ്ടെടുത്തതായി അധികൃതർ പറഞ്ഞു. ഫ്രൂട്ട് സലാഡിനു വേണ്ടി ഉപയോഗിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ ചത്ത പാറ്റകളെയും കണ്ടെത്തി. കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വാടക കെട്ടിടത്തിലും രഹസ്യവിവരത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. തികച്ചും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് 30ഓളം പേരെ താമസിപ്പിച്ചിരുന്നത്. ഇവർക്ക് ഹെൽത്ത് കാർഡും മറ്റും ഇല്ലെന്നും കണ്ടെത്തി. പരിസരമാകെ ദുർഗന്ധം വമിച്ച മലിനജലം പരിസരത്തെ പറമ്പുകളിലേക്ക് ഒഴുക്കിവിടുകയാണെന്ന് പരിസരവാസികൾ പറഞ്ഞു. ഹാൻസ്, പാൻപരാഗ് തുടങ്ങിയവയുടെ ഒഴിഞ്ഞ പാക്കറ്റുകളും മദ്യക്കുപ്പികളും കൊണ്ട് പ്രദേശം നിറഞ്ഞിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ തൊഴിലാളികളെ താമസിപ്പിച്ച കെട്ടിടമുടമയ്ക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ രാജേഷ്, സജി, സ്വപ്ന തുടങ്ങിയവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV അന്തിക്കാട്. കുന്നംകുളത്തിന്റെ കായിക വികസനത്തിൽ പൊൻതൂവലായി സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. മന്ത്രി എ.സി. മൊയ്തീന്റെ വികസന ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുന്നത്. ഉന്നത നിലവാരമുള്ള ഫുട്ബോൾ കോർട്ട് ഉൾപ്പെടുത്തിയാണ് കുന്നംകുളം സീനിയർ ഗ്രൗണ്ടിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന്റെ 1ാം ഘട്ടം പൂർത്തിയാക്കുന്നത്.
കുന്നംകുളത്തിന്റെ നഷ്ടമായ കായിക പ്രതാപം തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ AC മൊയ്തീൻ സീനിയർ ഗ്രൗണ്ടിൽ ഒരു ആധുനിക സ്റ്റേഡിയം എന്ന പദ്ധതിക്കായി മുൻകൈയെടുത്തത്. നേരത്തെ മന്ത്രിക്ക് കായിക വകുപ്പിന്റെ കൂടുതൽ ചുമതല ഉണ്ടായിരുന്നതിനാൽ സർക്കാർ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എളുപ്പമായി. അന്തർദേശീയ നിലവാരത്തിലുള്ള എല്ലാവിധ മത്സരങ്ങളും നടത്താവുന്ന വിധം സൗകര്യങ്ങൾ സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിൽ ഉണ്ടാകണമെന്ന മന്ത്രി AC മൊയ്തീന്റെ പ്രത്യേക ആവശ്യപ്രകാരമാണ് കായിക എഞ്ചിനീയറിംഗ് വിഭാഗം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത്. ഒന്നാം ഘട്ടത്തിൽ 5.9 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകി. ഫിഫ നിലവാരത്തിലുള്ള ഫുട്ബോൾ മത്സരങ്ങൾക്കായി സജ്ജീകരിക്കുന്ന വിധമാണ് സ്വാഭാവിക പുൽത്തകിടിയോടുകൂടിയ കോർട്ട് പൂർത്തിയാക്കുന്നത്. ഫുട്ബോൾ കോർട്ടിന് പുറമെ മത്സരങ്ങൾ വീക്ഷിക്കുന്നതിന് ഇരുവശങ്ങളിലും സാധാരണ രീതിയിലുള്ള തുറസായ ഗ്യാലറികളുടെ നിർമ്മാണവും പൂർത്തിയായി വരികയാണ്. പുനർനിർമ്മിച്ച ഗ്രൗണ്ട് ചുറ്റുമതിലിന്റെ നിർമ്മാണം പൂർത്തിയായി സംരക്ഷണ ഭിത്തികളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. കോമ്പൗണ്ടിന് മുൻവശം പാർക്കിങ്ങിന് ഉപയോഗപ്രദമാകുന്ന വിധം മണ്ണ് നിറച്ച് ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവൃത്തികൾ നടന്നു വരികയാണ്. കൂടാതെ ട്രാക്കിന്റെ ചുറ്റും ഡ്രൈനേജ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഒന്നാം ഘട്ട നിർമ്മാണ പുരോഗതികൾ മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് വിലയിരുത്തി. കുന്നംകുളത്തിന്റെ കായിക ചരിത്രത്തിൽ എന്നും ശോഭിക്കാൻ കഴിയും വിധമാണ് സ്റ്റേഡിയം സജ്ജീകരിക്കുന്നതെന്നും നിർമ്മാണ നടപടികൾ അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. TCV കുന്നംകുളം. തൃക്കൂർ പീച്ചാമ്പള്ളിക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. പ്രളയത്തിൽ തകർന്ന വലിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി 40 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചു. 1 മാസത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. പ്രളയത്തിൽ തകർന്ന ആലയങ്ങാട് പീച്ചാമ്പള്ളി റോഡിലെ വലിയ പാലം പുനർനിർമ്മിക്കുന്നതോടെ 5 മാസത്തിലേറെയായുള്ള നാട്ടുകാരുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. പ്രളയത്തിൽ പൂർണ്ണമായും പാലം തകർന്നതോടെ ഗതാഗത സൗകര്യമില്ലാതെ നട്ടം തിരിഞ്ഞ നാട്ടുകാർ താൽക്കാലികമായി നിർമ്മിച്ച പാലത്തിലൂടെയാണ് സഞ്ചരിച്ചിരുന്നത്. തെങ്ങിന്റെ തടികൾ ചേർത്ത് നാട്ടുകാർ നിർമ്മിച്ച പാലമാണ് പീച്ചാമ്പള്ളിയിലേത്. വലിയ വാഹനങ്ങൾ കുറച്ചു ദിവസം കടന്നുപോയിരുന്നെങ്കിലും പിന്നീട് നിർത്തി. താൽക്കാലിക പാലമായതിനാൽ ഉറപ്പിന്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലാത്ത സ്ഥിതിയാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നാട്ടുകാർ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന റൂട്ടിൽ ഇപ്പോൾ ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടന്നുപോകുന്നത്. തൃക്കൂർ, അളഗപ്പനഗർ, വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. കല്ലൂരിൽ നിന്ന് വരാക്കര, വരന്തരപ്പള്ളി, മംഗലം തണ്ട് പ്രദേശങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരേയൊരു വഴിയാണിത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് മന്ത്രി C രവീന്ദ്രനാഥ് സ്ഥലം സന്ദർശിക്കുകയും പാലം പുനർനിർമ്മിക്കാൻ തുക അനുവദിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. 40 ലക്ഷം രൂപ അനുവദിച്ച പാലത്തിന്റെ നിർമ്മാണം 1 മാസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. TCV പുതുക്കാട്. മാള അരവിന്ദൻ ഓർമ്മയായിട്ട് ഈ മാസം 28-ന് 4 വർഷം. മാള അരവിന്ദന് മാളയിൽ സ്മാരകം നിർമ്മിക്കുമെന്ന വാഗ്ദാനം ഇപ്പോഴും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ബജറ്റിലും സ്മാരകത്തിനായി സർക്കാർ 1 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ സ്മാരകം നിർമ്മിക്കുന്നതിനായി പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തി നൽകാത്തതിനാൽ സ്മാരക നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയില്ല. കഴിഞ്ഞ 3 വർഷമായി മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി മാള അരവിന്ദൻ ഫൗണ്ടേഷൻ അധികൃതർക്ക് കത്ത് നൽകുന്നുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെങ്കിലും അരവിന്ദന്റെ പേരിടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ബസ് സ്റ്റാൻഡിന് മറ്റൊരു നേതാവിന്റെ പേര് നൽകാനുള്ള ആലോചനയുണ്ടെന്നും സൂചനയുണ്ട്. തുടർന്ന് വലിയ പറമ്പിൽ സ്മാരകം നിർമ്മിക്കാൻ ആലോചന നടന്നെങ്കിലും അതുമുണ്ടായില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും മാള അരവിന്ദന് സ്മാരകം നിർമ്മിക്കാൻ ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നു. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാള കടവിനെ മാള അരവിന്ദൻ ചരിത്ര കലാസ്മാരക കടവ് എന്ന് നാമകരണം ചെയ്ത് ഉയർത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് MLAയ്ക്കും പഞ്ചായത്തിനും കത്ത് നൽകിയിട്ടുണ്ട്. ഈ വർഷം മാള പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മാള അരവിന്ദൻ നാടകോത്സവം നടത്താനുള്ള സാധ്യതയുമില്ല. പ്രളയത്തെ തുടർന്ന് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ബജറ്റിൽ മാറ്റം വരുത്തിയതിനാലാണ് നാടകോത്സവം ഉപേക്ഷിച്ചത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് മാള ഗ്രാമപഞ്ചായത്ത് നാടകോത്സവത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ട്. TCV മാള. 2.5 കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ കുന്നംകുളം പോലീസിന്റെ പിടിയിലായി. പാലക്കാട് ഷോളയൂർ സ്വദേശി ചിന്നനെയാണ് CI KG സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്സവ മേഖലകളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതാണ് പ്രതിയുടെ ശൈലി. SP-യുടെ സബ് ഡിവിഷണൽ സ്ക്വാഡാണ് പ്രതിയെ പിടികൂടിയത്. SI UK ഷാജഹാൻ, പോലീസുകാരായ രാകേഷ്, നികേഷ്, അഷ്റഫ്, ബാബുരാജ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ചാരായ കേസിൽ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മറ്റത്തു പള്ളിക്കുന്ന് സ്വദേശി വേലത്തിപ്പറമ്പിൽ ജോബിയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ KK ഷിജിൽ കുമാറും സംഘവും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ചാരായം വാറ്റുന്നതിനായുള്ള വാഷ് സഹിതം പ്രതിയെ ചാലക്കുടിയിൽ നിന്ന് ഇരിങ്ങാലക്കുട എക്സൈസ് പിടികൂടി. മുപ്പിളിയം ഉപ്പുഴി സ്വദേശി ആലുക്കത്ര വീട്ടിൽ രവിയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ KK ഷിജിലും സംഘവും അറസ്റ്റ് ചെയ്തത്.
ചാരായം വാറ്റുന്നതിനായി ഇയാൾ സൂക്ഷിച്ചിരുന്ന 60 ലിറ്റർ വാഷും സംഘം കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വേലു വെങ്ങിലശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ തേനീച്ച വളർത്തൽ കേന്ദ്രം സമീപവാസികൾക്ക് ഭീഷണിയാകുന്നു. രാത്രികാലങ്ങളിലാണ് തേനീച്ച ശല്യം ഏറെയുള്ളത്. ഇലക്ട്രിക് ബൾബുകൾക്ക് ചുറ്റുമെത്തുന്ന ഈച്ചകൾ സ്വൈര്യജീവിതത്തിന് തടസ്സമായിരിക്കുകയാണ്. 10ഓളം വീടുകളുള്ള ഇവിടെ ചെറിയ കുട്ടികളടക്കമുള്ള നിരവധി പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കുത്തേറ്റിരുന്നു. വേലു പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും എടുത്തിട്ടില്ലെന്നും ആരോപണമുണ്ട്. ജനങ്ങൾക്ക് ദുരിതമായി മാറിയ തേനീച്ച വളർത്തൽ കേന്ദ്രത്തിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. തൃശൂർ ഷൊർണൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കുളപ്പുള്ളി സ്റ്റാൻഡിൽ കയറാൻ തയ്യാറാകാത്ത സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ കയറണമെന്ന് പോലീസ് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ സ്റ്റാൻഡിൽ കയറിയാൽ സമയത്ത് ഓടിയെത്താനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബസ് ഉടമകൾ സ്റ്റാൻഡിൽ കയറാൻ വിസമ്മതിച്ചു. തുടർന്നാണ് തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതി 29 വർഷത്തിന് ശേഷം അറസ്റ്റിലായി. പാവറട്ടി വടക്കൂട്ടുവീട്ടിൽ ലാസർ പോളാണ് അറസ്റ്റിലായത്. പ്രതി സ്ഥലത്തെത്തിയ വിവരമറിഞ്ഞ് പിടികിട്ടാപ്പുള്ളികളെ അന്വേഷിക്കുന്ന പ്രത്യേക സ്ക്വാഡ് SI ബിന്ദുലാലിന്റെ നേതൃത്വത്തിൽ ഏനാമാവിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തീരദേശ ബസ് സർവീസുകൾ പെർമിറ്റിന് വിരുദ്ധമായി ഡാണാവിൽ പോകാതെ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സർവീസുകൾ അവസാനിപ്പിക്കുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി യാത്രക്കാർ. കാട്ടൂർ, തൃപ്രയാർ, കാർളം, പെരിഞ്ഞനം എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ ഡാണാവ് ചുറ്റി ചന്തക്കുന്ന് വഴി ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കണം എന്നാണ് പെർമിറ്റ് നിർദ്ദേശമെങ്കിലും ബസ്സുകൾ നേരിട്ട് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിക്കുകയാണ് പതിവ്. ജനറൽ ആശുപത്രി, കോളേജുകൾ തുടങ്ങി ഒട്ടനവധി പ്രമുഖ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഡാണാവിലേക്ക് പോകുന്ന യാത്രക്കാർ ബസ് സ്റ്റാൻഡിൽ നിന്നും രണ്ടാമതും മറ്റു ബസ്സിൽ കയറി വേണം ഡാണാവിലെത്തുവാൻ. ഞായറാഴ്ച ദിവസങ്ങളിൽ ഈ റൂട്ടിലെ ബസ്സുകൾ വരുമാനക്കുറവാണെന്ന പേരിൽ സർവീസ് മുടക്കുന്നതും പതിവാണ്. തീരദേശവാസികളായ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അധികൃതർ ഇടപെടണം എന്നാണ് ആവശ്യമുയരുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ പന്നിത്തടത്ത് നിലം നികത്താനുള്ള ശ്രമം വില്ലേജ് ഓഫീസർ തടഞ്ഞു. 15-ാം വാർഡിൽ തരിശിട്ട് കിടക്കുന്ന നെൽപ്പാടമാണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത്. പുലർച്ചെയാണ് ടിപ്പർ ലോറികളിൽ പാടശേഖരത്തിൽ മണ്ണടിച്ചിരുന്നത്. നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അധികൃതർ കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപണമുയർന്നിരുന്നു. അഖിലേന്ത്യാ കിസാൻ സഭ മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലം സന്ദർശിക്കുകയും സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്നാണ് വില്ലേജ് ഓഫീസർ നിലം നികത്തുന്നത് തടഞ്ഞ് നോട്ടീസ് നൽകിയത്. ചാലക്കുടി നഗരസഭയുടെ നവീകരിച്ച മാസ്റ്റർ പ്ലാനിന്റെ കരട് പട്ടിക വാർഡ് കൌൺസിലറുടെ നിർദ്ദേശങ്ങളോടെ ഭേദഗതി വരുത്തുവാൻ നഗരസഭാ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഫെബ്രുവരി 15-നകം കൌൺസിലിന്റെ അംഗീകാരം നേടുന്നതിനും ചെയർപേഴ്സൺ ജയന്തി പ്രവീൺകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. തുടർന്ന് രൂപം കൊള്ളുന്ന കരട് രേഖ വീണ്ടും പൊതുജനങ്ങളുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും. ഇതിനുശേഷമായിരിക്കും സർക്കാരിലേക്ക് അയക്കുക. വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, പ്രതിപക്ഷ നേതാവ് VO പൈലപ്പൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ദേശീയപാത കുതിരാനിൽ ഓടിക്കൊണ്ടിരുന്ന കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കുതിരാൻ ശാസ്താക്ഷേത്രത്തിന് സമീപമായിരുന്നു കാറിന് തീപിടിച്ചത്. എറണാകുളം പാലാരി വട്ടത്തു നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് കത്തിനശിച്ചത്. പാലാരിവട്ടം സ്വദേശി K സഞ്ജയിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. കാറിന് തീ പടർന്നയുടനെ കാറിലുണ്ടായിരുന്നവർ ഇറങ്ങി ഓടിയതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ബുധനാഴ്ച സർവീസ് നടത്തിയ കാറാണ് കത്തിയത്. വിയാർപുരം ശാസ്താംകുന്നിൽ പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിച്ച കേസിൽ 4 യുവാക്കൾ അറസ്റ്റിൽ. വെള്ളാഞ്ചിറ പറമ്പിക്കാട്ടിൽ മിഥുൻ, വല്ലക്കുന്ന് പാലമറ്റത്ത് ജോയൽ, ശാസ്താംകുന്ന് തത്തുപ്പറ വിഷ്ണു, ആളൂർ എടത്താടൻ അശ്വിൻ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഓഫീസർ J മാത്യു, SI VS വത്സകുമാർ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ശാസ്താംകുന്ന് ക്ഷേത്രോത്സവത്തിനിടെ മേളം നടക്കുന്ന ഭാഗത്തേക്ക് ബൈക്കുകൾ ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചത് പോലീസുകാർ ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. കുന്നംകുളം കാവിലക്കാട് ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു. കൂട്ടിയെഴുന്നള്ളിപ്പിനിടെ ചെറുപുഷ്പം കമ്മിറ്റിക്കാരുടെ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്.
പരിഭ്രാന്തരായ ജനം നാലുപാടും ചിതറിയോടി. പാപ്പാന്മാരുടെ അവസരോചിതമായ ഇടപെടൽ മൂലം ആനയെ പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞു. പാപ്പാന്മാരുടെ നിയന്ത്രണത്തിലായ ആനയെ പിന്നീട് പൂരപ്പറമ്പിൽ നിന്ന് മറ്റൊരു പറമ്പിൽ കൊണ്ടുപോയി തളച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ VKN സ്മൃതി അനുസ്മരണ സമ്മേളനം തിരുവല്ലാമലയിൽ നടന്നു. അനുസ്മരണ സമ്മേളനം അഷ്ടമൂർത്തി ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ സി രാവുണി അധ്യക്ഷത വഹിച്ചു. കെ രഘുനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. N രാംകുമാർ, VKK രമേശ്, TP ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. കൂൺ കൃഷിയിൽ പരിശീലനം പൂർത്തിയാക്കി മാള കാർമൽ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥിനികൾ. സ്വയം തൊഴിൽ കൂൺ കൃഷിയിലൂടെ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഇവർ പരിശീലനം തേടിയത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുമായി സഹകരിച്ചാണ് പരിശീലന പദ്ധതി നടപ്പാക്കിയത്. പരിശീലനം നേടിയ വിദ്യാർത്ഥിനികൾ അവരുടെ വീടുകളിൽ കൃഷി ചെയ്തുണ്ടാക്കിയ കൂൺ ഉപയോഗിച്ചുള്ള വിഭവങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. കൂണിന്റെ ഔഷധ പ്രാധാന്യം പരിശീലന പദ്ധതിയിലൂടെ തിരിച്ചറിഞ്ഞാണ് ഈ വിദ്യാർത്ഥികൾ ഈ രംഗത്തേക്ക് സ്വയം തൊഴിലെന്ന രീതിയിൽ കടന്നുവന്നത്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലുമായി സഹകരിച്ച് കാർമൽ കോളേജിലെ സസ്യശാസ്ത്ര വിഭാഗം ഒരുക്കിയ മഷ്റൂം ഫെസ്റ്റിൽ നിരവധിയിനം വിഭവങ്ങളാണ് എത്തിച്ചത്. സ്വന്തമായി തന്നെ ഉൽപ്പാദിപ്പിച്ച പരിശീലനം കിട്ടി സ്വന്തമായി തന്നെ ഉൽപ്പാദിപ്പിച്ച കൂടുകൊണ്ട് വെറൈറ്റി തരം വിഭവങ്ങളാണ് ഇന്നിവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതുവഴി ഞങ്ങൾ കോളേജിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ച് പലതരത്തിലുള്ള വിഭവങ്ങൾ അവർക്ക് സമ്മാനിക്കുകയും ചെയ്യാണ്. പലതരത്തിലുള്ള വിഭവങ്ങളാണ് മഷ്റൂം ഫെസ്റ്റിൽ ഞങ്ങളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺ കൃഷി ചെയ്ത് ഔഷധ കലവറയെ കൂടുതൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇവർക്കുണ്ട്. അതോടൊപ്പം കുറഞ്ഞ സമയം ചെലവഴിച്ച് നല്ല വരുമാനം നേടാമെന്നും ഈ വിദ്യാർത്ഥിനികൾ ആദ്യഘട്ട കൃഷിയിലൂടെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലീജോ നിർവഹിച്ചു. കൂൺ രുചിഭേദങ്ങളുടെ കലവറയാക്കി കോളേജിലെ സ്റ്റുഡൻസ് കോർണർ മാറ്റിയാണ് ഈ കർഷകരായ വിദ്യാർത്ഥിനികൾ പുതിയ പാഠം പകർന്നു നൽകിയത്. TCV മാള. എളനാട് കുട്ടാടൻചിറ നരിക്കുണ്ടിൽ വനത്തിൽ തീയിട്ട കുറ്റത്തിന് പിടിയിലായ യുവാവിനെ കോടതി റിമാൻഡ് ചെയ്തു. തോട്ടാറപ്പായി ഷിബുവിനെയാണ് ഫോറസ്റ്റ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. 30 സെന്റ് സ്ഥലം തീ പടർന്ന് നശിച്ചതായി വനപാലകർ പറഞ്ഞു. വ്യാഴാഴ്ചയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. തീ പടർന്ന വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ റേഞ്ചർ M ഷാജഹാന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തി തീ അണയ്ക്കുകയായിരുന്നു. ഫോറസ്റ്റർമാരായ D രഞ്ജിത് രാജ്, YM സുധീർ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. കൊടകര പുത്തുക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷത്തിന് സമാപനം കുറിച്ച് വെള്ളിയാഴ്ച പുലർച്ചെ ക്ഷേത്ര മൈതാനം നിറഞ്ഞാടിയ പരമ്പരാഗത അനുഷ്ഠാന കലാരൂപങ്ങൾ ശ്രദ്ധേയമായി. കാളക്കളി, ദാരികൻ, കാളി നൃത്തം, മുടിയാട്ടം എന്നിവയുമായി സംഭവ പുലയ സമുദായക്കാരാണ് ഭഗവതിക്കാവിൽ നിറഞ്ഞാടിയത്. താലപ്പൊലി ദിവസം വീടുകൾ കയറിയിറങ്ങി സമാഹരിച്ച നെൽവിത്ത് നിറച്ച ചാക്കുകളുമായാണ് ഓരോ സംഘങ്ങളും ഭഗവതിക്കാവിലേക്ക് എത്തിയത്. തലേരാത്രിയിലെ താലപ്പൊലി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആർപ്പും ആരവവും ഒഴിഞ്ഞ കാവിൽ കാൽച്ചിലങ്കുകളും അരമണിയും കെട്ടി താളത്തിനൊപ്പം ചുവടുവെച്ചെത്തിയ സംഘങ്ങൾ ഏറെയും സ്ത്രീകളായിരുന്നു. നേർച്ചക്കാഴ്ചകൾ ഭഗവതിക്ക് സമർപ്പിച്ച ശേഷം 2 മണിക്കൂറോളം ഇവർ ആചാരപ്രകാരം കാവിൽ ആട്ടവും പാട്ടുമായി ചുവടുവെച്ചു. പെൺകുട്ടികളടക്കം നിരവധി സ്ത്രീകൾ ഭഗവതിയുടെ പ്രീതിക്കായി മുടിയഴിച്ചാടി. ക്ഷേത്ര തട്ടകത്തെ മേച്ചിറ, കാവനാട്, മരത്തോമ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് അനുഷ്ഠാന കലാരൂപങ്ങളുമായി പുത്തൂക്കാവിലെത്തിയത്. അടുത്ത വർഷം വീണ്ടും വരാമെന്ന് ഭഗവതിയോട് യാത്ര പറഞ്ഞാണ് രാവിലെ 9ഓടെ ഭക്തസംഘങ്ങൾ കാവിൽ നിന്ന് മടങ്ങിയത്. രാത്രിയിൽ നടന്ന ആശാരി സമുദായത്തിന്റെ തട്ടിന്മേൽ കളിയും ഭക്തരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. TCV കൊടകര. യുവമോർച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കയ്പമംഗലം മണ്ഡലത്തിലെ ബലിദാനികളുടെ ബലികുടീരത്തിൽ നിന്നും ദീപജ്യോതി പ്രയാണം ആരംഭിച്ചു. കാളമുറിയിലെ ഗണേഷിന്റെ ബലികുടീരത്തിൽ നിന്നും BJP മണ്ഡലം പ്രസിഡന്റ് PS അനിൽകുമാർ ദീപം തെളിയിച്ച് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുധീഷ് പാണ്ഡുരംഗന് കൈമാറി. യുവമോർച്ച ജില്ലാ സെക്രട്ടറി സെൽവൻ മണക്കാട്ടുപടി, ജ്യോതിബാസ് തേവർക്കാട്ടിൽ, രാജേഷ് കോവിൽ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ കാർ മെഡിക്കൽ ഷോപ്പിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ശൃംഗപുരത്ത് പ്രവർത്തിക്കുന്ന പ്രഭൂസ് മെഡിക്കൽസിലേക്കാണ് സ്വിഫ്റ്റ് കാർ ഇടിച്ചു കയറിയത്. മെഡിക്കൽ ഷോപ്പ് ഉടമ നാരായണ പ്രഭു, ബന്ധു ലക്ഷ്മണ പ്രഭു, മരുന്ന് വാങ്ങാനെത്തിയ അനിത, കാർ ഓടിച്ചിരുന്ന വലപ്പാട് സ്വദേശി രവിചന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത്.
കൊമ്പൻ ചീരോത്ത് രാജീവന് ഐരാവത പ്രിയർ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഐരാവത രത്നം പട്ടം നൽകി ആദരിച്ചു. കൈപ്പറമ്പ് പുത്തൂർ ചീരോത്ത് മഠാധിപ ക്ഷേത്രത്തിൽ വെച്ചാണ് പട്ടം സമർപ്പിച്ചത്. TCV റിപ്പോർട്ടർ ശ്രീകേഷ് വെള്ളാനിക്കര, ഐരാവത പ്രിയർ സാരഥികളായ മോനിഷ്, ബിനീഷ്, ഗോകുൽ ആർ നായർ എന്നിവർ ചേർന്ന് പട്ടം സമർപ്പിച്ചു. തുടർന്ന് പാപ്പാന്മാരെ ആദരിച്ചു. സംഘടനാ പ്രസിഡന്റ് KV വിഷ്ണു, സെക്രട്ടറി TP ആദർശ്, M രാജേഷ്, വിഷ്ണു മോഹൻ, മിഥുൻ, ഹരി അയ്യർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ ജണ്ടം അതിരുദ്ര മഹായജ്ഞം ഫെബ്രുവരി 1 ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ചേന്നാസ് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 11 ദിവസങ്ങളായാണ് യജ്ഞം നടക്കുക. യജ്ഞ സമിതി ചെയർമാൻ കീഴടം രാമൻ നമ്പൂതിരി, K അരവിന്ദാക്ഷ മേനോൻ, രാമകൃഷ്ണൻ ഇളയത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപത്താഘോഷം ഭക്തിനിർഭരമായി. പൂക്കാവടി, നിലക്കാവടി, ശിങ്കാരിമേളം, പൂതൻ, കാളി എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. വൈകിട്ട് നാദസ്വര കച്ചേരി, വെള്ളാറ്റഞ്ഞു മാസ്റ്റർ ആദിത്യ നായർ അവതരിപ്പിച്ച തായമ്പക, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ട്രിപ്പിൾ തായമ്പക എന്നിവ നടന്നു. കയ്പമംഗലം പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി പട്ടികജാതി കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്ക് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഖില വേണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 100 കുടുംബങ്ങൾക്ക് 500 ലിറ്ററിന്റെ കുടിവെള്ള ടാങ്കാണ് വിതരണം ചെയ്തത്. ഏണാമാക്കൽ പരിശുദ്ധ കർമ്മല മാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് തുടക്കമായി. തിരുനാൾ ദിവസമായ ശനിയാഴ്ച തിരുനാൾ ഗാനപൂജയ്ക്ക് ഫാദർ ജോസ് എടകളത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോസഫ് അറക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഇത്തവണ തിരുനാൾ ആഘോഷങ്ങൾ ലളിതമാക്കി പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് കൈത്താങ്ങാവുകയാണ് ഇടവക സമൂഹം. റോബോട്ടിക്സ് ആസ്പദമാക്കി ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്രധാന അധ്യാപിക M ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് C സുരേഷ് അധ്യക്ഷത വഹിച്ചു. രാഹുൽ, ഗായത്രി തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തയിലേക്ക്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി കടപ്പുറം ഗ്രാമപഞ്ചായത്തും സാമൂഹികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി സാന്ത്വന തൂവൽ സ്നേഹ സംഗമം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ബഷീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന അധ്യക്ഷയായി. റിട്ടയർഡ് DYSP ഡോക്ടർ KB സുരേഷ് കുമാർ, VM മനാഫ്, ഷാജിദ ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ മലയാള ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ദേശീയ സെമിനാറും നടന്നു. കേലവർമ്മ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കൃഷ്ണകുമാരി ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. LF കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മോളി ക്ലെയർ അധ്യക്ഷത വഹിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ ഉമ്മർ തറമേൽ, ഡോക്ടർ T അനിതകുമാരി, ഡോക്ടർ KK ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ 2018-2019 ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 6 പദ്ധതികൾക്ക് കുന്നംകുളം മണ്ഡലത്തിൽ ഭരണാനുമതി ലഭിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. 2,25,00,000 രൂപയുടെ പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകി ഉത്തരവായത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. വടക്കാഞ്ചേരി മംഗലം ശ്രീ അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ പൂരത്തിന് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെത്തി. പഞ്ചവാദ്യത്തിന് പരക്കാട് തങ്കപ്പൻ മാരാർ നേതൃത്വം വഹിച്ചു. വൈകിട്ട് തീയാട്ട്, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് KB മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റർ SP ശിശിർ അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന കായികാധ്യാപകൻ CM നെൽസൺ, KK ഉമാദേവി, AM ഉഷ, MS ജ്യോതി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. SYS സാന്ത്വനം മഹലിന്റെ നേതൃത്വത്തിൽ മുളകുന്നത്തുകാവ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ക്യാൻസർ വാർഡിലേക്ക് ബാക്ക് റെസ്റ്റ് കട്ടിലുകളും ബെഡുകളും കൈമാറി. ഓൾ ഇന്ത്യ സുന്നി ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വന മഹൽ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കാസിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ MA ആൻഡ്രൂസ്,
PK ബാവ ദാരിമി, ഷഹന എ ഖാദർ, ഡോക്ടർ PV സന്തോഷ് എന്നിവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. തീരദേശ വാർഡുകളിലെ പുഴയോരങ്ങളിൽ സോഷ്യൽ ഫോറസ്ട്രി വകുപ്പിൽ നിന്ന് ലഭിച്ച 8500 കണ്ടൽ തൈകളാണ് നട്ടുപിടിപ്പിക്കുന്നത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അബു വടക്കൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരി ജോയ് അറക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ, സോഷ്യൽ ഫോറസ്ട്രി ഓഫീസർ K രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മുകുന്ദപുരം താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊബൈൽ അദാലത്ത് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഗോപി ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് ജഡ്ജ് KP സോമൻ, അഡ്വക്കേറ്റ് MK ഹക്ക് എന്നിവർ പരാതിയിൽ വാദം കേട്ട് കേസുകളിൽ തീർപ്പ് കൽപ്പിച്ചു. 26 പരാതികൾ പരിഗണിച്ചു. കെൽസ പ്രതിനിധി റിജീഷ് ഉണ്ണികൃഷ്ണൻ, താലൂക്ക് സെക്രട്ടറി M രാകേഷ്, A ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ GLP സ്കൂളിലെ ഹൈടെക് ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനവും സ്മാർട്ട് ക്ലാസുകളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണവും ഞായറാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീല തിലകൻ, PS പ്രശാന്ത്, വാർഡംഗം സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, പ്രധാന അധ്യാപിക PP സൂസി എന്നിവർ പങ്കെടുത്തു. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം സർക്കാർ UP സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണ ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 40 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PS പ്രശാന്ത്, ഷീല തിലകൻ, വാർഡ് അംഗം റെജി ജോർജ്, പ്രധാന അധ്യാപിക PS ഉഷ എന്നിവർ പങ്കെടുത്തു. ഭാരതീയ വസ്തു സംഘം ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി. സമാപന യോഗം ഭാരതീയ വസ്തു സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് PD രമേശ് അധ്യക്ഷത വഹിച്ചു. BMS ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് M രാമചന്ദ്രൻ, സെക്രട്ടറി K രാധാകൃഷ്ണൻ, CS സുരേഷ് എന്നിവർ സംസാരിച്ചു. എടക്കഴിയൂരിൽ നടക്കുന്ന SFI ചാവക്കാട് ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക കൊടിമര ജാഥകൾക്ക് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. CPN തമ്പുരാൻപടി ലോക്കൽ സെക്രട്ടറി KS സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. SFI ഏരിയ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് റിനൂസ്, ജില്ലാ കമ്മിറ്റി അംഗം CS ഐശ്വര്യ, ഏരിയ വൈസ് പ്രസിഡന്റ് KV അനൂപ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ചില്ലയുടെ 2ാം വാർഷികാഘോഷവും കുടുംബസംഗമവും ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികളെയും CBSEയിൽ നിന്നും ഉന്നത വിജയം നേടിയ ചില്ലയിലെ കുട്ടികൾ അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ അനുമോദിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും മിന്നൽ പരിശോധന. വൃത്തിഹീനമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ. ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന വൃത്തിഹീനമായ വാടക വീടിനെതിരെയും നടപടി. കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയത്തിന്റെ 1ാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നു. കുന്നംകുളത്തിന്റെ കായിക ചരിത്രത്തിൽ ശോഭിക്കാൻ കഴിയും വിധമാണ് സ്റ്റേഡിയം സജ്ജീകരിക്കുന്നതെന്ന് മന്ത്രി AC മൊയ്തീൻ. തൃക്കൂർ പീച്ചാമ്പള്ളിക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. പ്രളയത്തിൽ തകർന്ന വലിയ പാലത്തിന്റെ നിർമ്മാണത്തിനായി 40 ലക്ഷം രൂപ അനുവദിച്ചു. 1 മാസത്തിനുള്ളിൽ പാലത്തിന് നിർമ്മാണം ആരംഭിക്കും. മാള അരവിന്ദന് മാളയിൽ സ്മാരകം നിർമ്മിക്കുമെന്ന വാഗ്ദാനം നടപ്പായില്ല. ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെങ്കിലും അരവിന്ദന്റെ പേരിടണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടു. കുന്നംകുളത്ത് 2.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. ചാരായ കേസിലെ പിടികിട്ടാപ്പുള്ളി ഇരിങ്ങാലക്കുട എക്സൈസിന്റെ പിടിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.